darling. I am coming. Good morning, madam. Morning. Where is Dad, Mom? Sure. Unnita. Unnita. Yes. ഗുഡ് മോർണിംഗ് ഫാദർ. Good morning. അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Oh, yes, my son. ഞാൻ ഓഫീസിലേക്ക് പോവാണ്. Wish you a good day. താങ്ക് യു. ഗീത എവിടെ? അവള് ഓടാൻ പോയിരിക്കുക. ഓടത്തെ ഓടത്തെ. സ്ലിം ബ്യൂട്ടികളാണ് ഇപ്പോഴത്തെ ആമ്പിളർക്ക് ഇഷ്ടം. നമുക്ക് കെട്ടിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ടല്ലോ. പ്രസാദ്. Good morning, sir. ഗുഡ് മോർണിംഗ്. സർ, സർ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ. സുധാരേട്ടാ, അല്ല സുധാര, Sir. ലിസ്റ്റ് വാങ്ങിച്ചോളൂ. Good morning, sir. ഗേറ്റ് തുറക്കാൻ എന്താ എത്ര താമസം? വാസ്തവം പറഞ്ഞാൽ അത് Shut up. See, നിങ്ങൾ എന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജോലി തന്നത്. അങ്ങനെയെങ്കിലും നിങ്ങൾ അല്പം സ്മാർട്ട് ആകുമല്ലോ എന്ന് കരുതി. മേലിൽ ഇങ്ങനെ ഒരു അനാസ്ഥ കണ്ടാൽ ഐ വിൽ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് യു. അണ്ടർസ്റ്റാൻഡ്? Yes, sir. വണ്ടി എടുക്കൂ. Bye bye. അങ്ങനെ ഇപ്പോഴേ ക്ലാസ്സിൽ ഫസ്റ്റ് ആയാലേ വലുതാവുമ്പോ മോക്ക് കളക്ടറൊക്കെ ആവാൻ പറ്റൂ. Okay. Good morning, sister. Morning. Good morning, sir. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്താ വിശേഷിച്ച്? സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഒരു ചെറിയ ഡൊണേഷൻ. ആ ചെക്ക് ബുക്കിംഗ് തരൂ. സ്കൂളിന്റെ പേര് പോരെ? മതി. ആ. കുറഞ്ഞു പോയെങ്കിൽ തുറന്നു പറയണം. താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ₹1,00,000. അയ്യോ സിസ്റ്റർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning. Good morning, sir. Good morning. പീതാംബരൻ Sir. 5-6 ഓറഞ്ച് ജ്യൂസ് എടുത്തോളൂ. ശരി, sir. എന്താണോ തനിക്ക് കണ്ണു കണ്ടൂടെ? സോറി. എന്തോന്ന് സോറി? ഒന്ന് മാറൂ. എന്നാ വണ്ടി ബ്രേക്ക് ചവിട്ട് മുമ്പേ ഒന്ന് പറഞ്ഞൂടെ? അത് ശരി, തന്റെ നിലവിളി കേട്ടാ വണ്ടി ബ്രേക്ക് ചെയ്തത്. എന്തോർത്തോണ്ടാണോ താൻ വണ്ടി യാത്ര ചെയ്യണേ? അതെ, വണ്ടി ഗട്ടറിൽ ചാടിയപ്പോ പെട്ടെന്ന് പിടിവിട്ടുപോയി. അതിനിപ്പോ വണ്ടി കട്ടലൊന്നും ചാടിയില്ലല്ലോ. ചാടി. എന്നിട്ട് വേറെ ആരും വീണില്ലല്ലോ. അതെ, ഇതൊരു പ്രൈവറ്റ് ബസ്സാണ്. യാത്ര ചെയ്യുമ്പോ അല്പം തട്ടിന്നോ മുട്ടിന്നോ ഒക്കെ ഇരിക്കും. അതിലെന്താ അത്ര ചൂടാവുള്ളത്? എന്താ ഉള്ളത്? അയാളെ ചുണ്ടുപൊട്ടി ചോര കളിക്കുന്ന കണ്ടില്ലയോ? അതിന് ഞാൻ എന്ത് ചെയ്തു? തന്റെ ഒടുക്കത്തെ തലവൊന്നും ഉണ്ടതാ? എന്റെ തല ഒടുക്കത്തൊന്നുമില്ല. എനിക്ക് ശേഷം ഒരുപാട് തലകൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ആ കുടയൊന്നും തെറ്റിയൊന്നും വീണിട്ടെങ്കിൽ എന്റെ കണ്ണു പോയനെ. അതിനിപ്പോ കുട തെറ്റി വീണില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബസിന്റെ ബ്രേക്ക് പോയി വല്ലയിടത്തും കൊണ്ട് ഇടിച്ചിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും മുറിവ് പറ്റിയാണ്. അതെ, സുഖമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വല്ല കാരം പിടിച്ചു പോകണം. മതിയടോ വീണ്ടും വീണതും പോരാ, പിന്നെയും കിടന്ന് ന്യായീകരിക്കണം. എന്താ അവിടെ ബഹളം? എന്താ ഇത്? വെറുതെ ബഹളം ഉണ്ടാക്കി ഞങ്ങൾ ട്രിപ്പ് കൊടുക്കരുത് കേട്ടോ. എന്താ സാർ, എന്താ പ്രശ്നം? സാറേ, ഒരു അബദ്ധം പറ്റിയതാ. പിടിന്ന് കമ്പിന്ന് പിടി വിട്ടുപോയതാ. ആ, ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റൂലേ? അത് ശരിയാ. അടി തെറ്റി ആനയും വീഴും, ആ, പിടി വിട്ടാ ഏത് മന്ത്രിയും വീഴും. ഓ റൈറ്റ്. ബാക്കിയിട്ടില്ല. സൂക്ഷിച്ചോളാം. ഒരുപാട് തമാശ ഇങ്ങനെ പറയല്ലേ. വല്ല സർക്കസാരും കണ്ടാ പിടിച്ചോണ്ട് ജോക്കറാക്കും. ഇന്നും പകൽക്കിനാവിലായിരുന്നല്ലേ? ഇത്തവണ എവിടുന്നാ വീണേ? പൊന്നാരൻ തോട്ടത്തെ ബംഗ്ലാവിന്നോ?
അതോ ഓഫീസ് കെട്ടിടത്തിന്റെ മോളിൽ നിന്നോ? എത്ര നില കെട്ടിടമായിരുന്നു? താൻ കളിയാക്കൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമുള്ള അത്രയും നില ഞാൻ കെട്ടും. എന്തിനാ ഈ അതിമോഹം? കൊക്കിൽ ഒതുങ്ങുന്നത് ആശിച്ചാ പോരെ? ആശിക്കുന്നവൻ എന്തിനാ ഒരു പിശുക്ക്? സങ്കല്പത്തിൽ എന്തിനാ പിച്ചക്കാരനാണത്? രാജാവായിക്കൂടെ? ആരെയൊക്കെ സങ്കല്പിച്ചു? ഏട്ടൻ, ഏട്ടത്തിയമ്മ, അളിയൻ, അച്ഛൻ, അമ്മ, പിന്നെ ഗീത. ഇല്ല, അവള് കാലത്ത് ഓടാൻ പോയി. അയ്യോ. അല്ല, സ്വപ്നത്തിൽ. ആ. ഏട്ടൻ നമ്മുടെ മാരുതിയുടെ ഡ്രൈവർ, ഏട്ടത്തിയമ്മ അടുക്കളക്കാരി, അളിയൻ ഗൂർഖ. അച്ഛനും അമ്മയും? സ്വസ്ഥം ഗൃഹഭരണം. വീടിന്റെ കംപ്ലീറ്റ് ചുമതല അച്ഛനും അമ്മയ്ക്കും. അപ്പൊ നമ്മളോ? നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി മോളെ സ്കൂളിൽ ഇറക്കുന്നു, കടയിൽ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുന്നു. താനൊരു പക്ക സിറ്റി കൊച്ചമ്മ, മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. മോഹങ്ങള് ചില്ലറയൊന്നും അല്ലല്ലോ. എന്റെ രാധയെ കുട്ടി നോക്കിയോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ സ്വപ്നങ്ങളൊക്കെ വിലക്ക് വാങ്ങിക്കും. തൽക്കാലം വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ തരാം. അരിയും പച്ചക്കറിയും പിന്നെ മോളുടെ കോംപ്ലാനും ബിസ്ക്കറ്റും തീർന്നു. മാളവും എന്ന ലിസ്റ്റാ. ഇതൊന്നും വാങ്ങിക്കാതെ അങ്ങോട്ട് ചെന്നാൽ ആ സ്ത്രീക്ക് ബാധ കയറും. എന്നാ ഞാൻ പൊക്കോട്ടെ? താൻ എവിടെ നോക്കി നിൽക്കാടോ? ഇവിടെ ദാ, മാറി നിൽക്കണോ? കാലത്തോരന്ന് കൽപ്പിച്ചു കൂട്ടി ഇറങ്ങിയേക്കും നടുറോട്ടിക്കാൻ ചാവാനായിട്ട്. അപ്പൊ സാറേ എന്റെ കാര്യം? എടോ, ഈ ജനന സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാലേ അതിന് ഇത്തിരി കാലതാമസമൊക്കെ ഉണ്ടാവും. സാർ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണമെന്നാ? ഇത് കോർപ്പറേഷനാ, അല്ലാതെ മത്തിച്ചന്തയല്ല. തോന്നിയ പോലെ അങ്ങോട്ട് എടുത്തു തരാൻ. എന്താ പീതാംബര പ്രശ്നം? പ്രശ്നം സാറിന്റെ സെക്ഷനിൽ പെട്ട പ്രശ്നമല്ല. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം കേട്ടാ. എടോ, തന്നോട് പറഞ്ഞത് കേട്ടില്ലേ? താൻ പോയിട്ട് അടുത്ത തിങ്കളാഴ്ച വാ. പിന്നെ പോരുമ്പം വെറും കൈയും വീശിയെങ്കിൽ പോരരുത്. പിന്നെ അതിന് ചില ഏരിശീലികളൊക്കെ ഉണ്ട്, എന്തോ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പോ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും ഒരുമിച്ചെടുത്ത് വെച്ചേക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആ, എത്തിയ? ഇന്നും 2 സ്റ്റോപ്പ് മുമ്പേ ഇറങ്ങി ബസ് കൂലി 30 പൈസ ലാഭിച്ചു അല്ലേ? പൈസയുടെ ലാഭം മാത്രം നോക്കിയിട്ടല്ല. സത്യം പറഞ്ഞ രാധിക ദിവസവും സ്റ്റോപ്പിൽ ഒറ്റയ്ക്കിറങ്ങുന്നത് കണ്ടിട്ട് പൂവാലന്മാരാരും പുറകെ കൂടണ്ടെന്ന് കൂടി കരുതിയിട്ടാ. പിന്നെ കാലത്തെ അവിടെ നിന്ന് ഇവിടം വരെയുള്ള നടത്തം ആരോഗ്യത്തിന് നല്ലതാ. പിന്നെ തന്റെ പേര് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുന്നതോടെ തനിക്ക് പ്രൊമോഷനും ഉണ്ടാവും. അങ്ങനെ തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട്. എന്താ ജേക്കബ് സാറേ ഒരു സ്വകാര്യം? നമസ്കാരം സാർ. നമസ്കാരം സാർ. പുതിയ ടെൻഡർ വല്ലതും രഹസ്യക്കാർക്ക് കൊടുക്കാനുള്ള പരിപാടി ഇടുകയാണോ? ദൈവം സഹായിച്ച് അങ്ങനെ ഒരു രഹസ്യക്കാരന്റെയും നക്കാപ്പിച്ച മേടിച്ച് ജീവിക്കേണ്ട ഗതികേട് തൽക്കാലം എനിക്കില്ല. ഈ പണിയില്ലെങ്കിലും കഴിയാനുള്ള വക അപ്പച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എച്ചിൽ നിന്നൊക്കെ നടക്കുന്ന പാർട്ടികൾ വേറെ ചിലരുണ്ടല്ലോ, അവരെ സൂക്ഷിച്ചാൽ മതി. അത് യൂണിയൻ ലീഡർക്ക് ഒരു വൈപ്പാണല്ലോ. ജേക്കബ് സാറേ, അത് വേണ്ട. പീതാംബര ഭാവമാണ്, പിഴച്ചു വയ്ക്കോട്ടെ. പഴച്ചോ, പക്ഷെ മറ്റുള്ളവരെ പഴപ്പിക്കാതിരുന്നാ മതി. ശരി, താമാടോ. ഇയാളുമായിട്ടുള്ള ഉടക്ക് ഇതുവരെ തീർന്നില്ല. അതിന് ഞാൻ ഇവിടുന്ന് പോണം. ഒന്ന് വെല്ലുവിളിച്ചിരിക്കുക. നോക്കാമെന്ന് ഞാനും പറഞ്ഞു. യവന്റെയൊക്കെ നക്കാപ്പിച്ച മേടിച്ച് സർക്കാരിനെ പറ്റിക്കുന്നതിലും ഭേദം നാട്ടിൽ പോയി വല്ല വാഴകൃഷിയും ചെയ്യുന്ന. അതെ, ഈ ഫയല് മുഴുവൻ എന്റെ പടലിൽ കയറ്റി വെക്കാൻ ആരാ പറഞ്ഞത്? പ്ലാനിംഗ് സെക്ഷനിൽ നിന്നാ. നിറഞ്ഞട മേനോൻ സാറിന്റെ മേശപ്പുറത്താവുമ്പോ ഫയലുകളൊക്കെ വേഗം വേഗം നീങ്ങും. സത്യം പറഞ്ഞാല് ഈ ഓഫീസില് അല്പമെങ്കിലും ഉത്തരവാദിത്വം ഉള്ളത് മേനോൻ സാറിനാണെന്ന എന്റെ അഭിപ്രായം കേട്ടോ. ഒരു ചായ ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഹലോ, എന്നും ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നാൽ ശരിയാവില്ല കേട്ടോ. നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ സൗന്ദര്യം കാണാനല്ല ശമ്പളം തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന, ജോലി ചെയ്യാനാ. ഞാൻ വലിയ മുതലാളിയോട് പറഞ്ഞിട്ടുണ്ട്. അതെ, പപ്പയോട് പറഞ്ഞാൽ പപ്പ കേൾക്കും, പക്ഷെ ഞാൻ കേൾക്കുകയില്ല. മോളെ സ്കൂളിലാക്കിയിട്ട് ബസ് കിട്ടി വന്നപ്പോഴേക്കും 10 മിനിറ്റ് വൈകി. അത് നിങ്ങളുടെ കാര്യം. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സമയമാണോ? ശമ്പളം വാങ്ങാൻ മാത്രം കൃത്യം സമയത്തിന് എത്തുമല്ലോ. ആ, ജോലി നടക്കട്ടെ. കല്യാണം കഴിഞ്ഞൊന്നും വേണ്ടാന്ന് പറഞ്ഞാ പപ്പ കേൾക്കണ്ടേ? ദുഷ്ടൻ.
അങ്ങേര് എന്താ പറഞ്ഞത്? ശമ്പളം വാങ്ങിക്കാൻ മാത്രം കൃത്യമായിട്ട് വരുമല്ലോ എന്ന് പറയുന്ന കേട്ടാത്തൊന്നും ഒരു 5000 രൂപ തരുന്നുണ്ടെന്ന്.